ഹലോ സ്റ്റുഡൻസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 84ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. മോർ പെയർസ്. ക്വസ്റ്റ്യൻ: രണ്ട് ക്ലാസ് 10A ആൻഡ് 10B. 10Aയിൽ 30 ബോയ്സും 20 ഗേൾസും ഉണ്ട്. 10Bയിൽ 15 ബോയ്സും 25 ഗേൾസും ഉണ്ട്. നമ്മളോട് ഓരോ കുട്ടികളെ വീതം ഓരോ ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്യും. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? ഓരോ കുട്ടികളെയും ഓരോ ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്ത കോമ്പിനേഷൻസിൽ രണ്ടും ഗേൾസ് തന്നെ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. 10Aയിൽ 30 ബോയ്സ് ആൻഡ് 20 ഗേൾസ്. 10B 15 ബോയ്സ് ആൻഡ് 25 ഗേൾസ് എടുത്തെഴുതി. ഇനി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും ഗേൾസിനെ എടുക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടിട്ട് അത് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം നോക്കുക. പ്രോബബിലിറ്റി 10Aയിൽ നിന്ന് ഗേൾസിനെ എടുക്കാനുള്ള പ്രോബബിലിറ്റി. 10Aയിൽ ഗേൾസ് എത്രയുണ്ട്? 20. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 20. അത് ന്യൂമറേറ്ററിൽ പോയി. 20 ബൈ ടോട്ടൽ സ്റ്റുഡൻസ് ആ ക്ലാസ്സിൽ എത്രയുണ്ട്? 30 പ്ലസ് 20. 30 ബോയ്സും 20 ഗേൾസും ആണ്. ടോട്ടൽ സ്റ്റുഡൻസ് 50 ആണ്. ആ 50ന്ന് 20 ആണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. അതായത് ക്ലാസ് എയിന്ന് ഒരു ഗേളിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 20/50 ആണ്. ഇൻറ്റു നമ്മളോട് ഒരു ആക്ഷൻ മാത്രമല്ല, ഈ ആക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആക്ഷനും കൂടി കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത്. അതായത് രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടീനെ സെലക്ട് ചെയ്യണം. ആ കുട്ടിയും ഗേളായിരിക്കണം. അപ്പോൾ അതും സിമിലർ ആയിട്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് 25 ഗേൾസിൽ നിന്നാണ് ഉള്ളത് 25. രണ്ടാമത്തെ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസ് 15 പ്ലസ് 25. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഔട്ട് ഓഫ് 40 സ്റ്റുഡൻസിൽ നിന്ന് 25 ഗേൾസിൻ്റെ സെലക്ഷനാണ് അവിടുത്തെ പ്രോബബിലിറ്റി. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി നമുക്കൊരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ആദ്യം ഒരു ക്ലാസ്സിൽ നിന്ന് ഗേളിനെ സെലക്ട് ചെയ്ത് അതിനുശേഷം രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളിനെ സെലക്ട് ചെയ്യുന്ന രണ്ടിൻ്റെയും പ്രോബബിലിറ്റീനെ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ ടോട്ടലായിട്ട് ഈ രണ്ട് ആക്ഷനും കംപ്ലീറ്റ് ചെയ്ത് രണ്ടും ഗേൾസ് ആകാനുള്ള ആ പ്രോബബിലിറ്റി കാണുന്നത്. അപ്പോൾ 20/50 ഇൻറ്റു 25/40 ഈക്വൽ ടു 1/4. അതായത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് 1/4. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? ഈ സെയിം തിങ് തന്നെ ഓരോ കുട്ടികളെ സെലക്ട് ചെയ്തു, രണ്ടും ബോയ്സ് ആകാനുള്ള പ്രോബബിലിറ്റി സിമിലർ വേയിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ആദ്യത്തേന്ന് ബോയിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ടോട്ടൽ 30 ബോയ്സ് ആണ് ഔട്ട് ഓഫ് 50. 30 പ്ലസ് 20 ടോട്ടൽ സ്റ്റുഡൻസിൽ നിന്ന് ഫേവറബിൾ ഔട്ട്കം ആയിട്ട് വരുന്നത് 30 ബോയ്സ് ബൈ ടോട്ടൽ 30 പ്ലസ് 20. അപ്പോൾ 30/50 ആണ് ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് 10Aയിൽ നിന്ന് ബോയ്സിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു ഇവിടെ നിന്ന് ഒരു ബോയിനെ സെലക്ട് ചെയ്താൽ സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ബോയിനെ തന്നെ സെലക്ട് ചെയ്യണം. എന്നാലാണ് നമ്മുടെ ഈ ചോദിച്ചിരിക്കുന്ന ടോട്ടൽ പ്രോബബിലിറ്റി ആവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ബോയ്സിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അവിടുത്തെ ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 15 ബോയ്സ് ആണ് 10Bയിലുള്ളത്. അപ്പോൾ ന്യൂമറേറ്റർ പാർട്ട് 15, ഡിനോമിനേറ്റർ പാർട്ടിൽ ടോട്ടൽ സ്റ്റുഡൻസ് ഓഫ് 10B 15 പ്ലസ് 25. അപ്പോൾ 30/50 ഇൻറ്റു 15/40 9/40. അതാണ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷനാണ്. 10Aയിൽ 30 ആൻഡ് 20 ബോയ്സ് ആൻഡ് ഗേൾസ്. 10B 15 ആൻഡ് 25 ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ സ്റ്റുഡൻസിനെ എടുത്താൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വൺ ബീയിങ് എ ബോയ് ആൻഡ് വൺ ബീയിങ് എ ഗേൾ? ആ കോമ്പിനേഷനിൽ ഒരു ബോയും ഒരു ഗേളും ആയി വരുന്ന കോമ്പിനേഷൻ്റെ ആ കിട്ടുന്ന ആ പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. 10A 30 ബോയ്സും 20 ഗേൾസും. 10B 15 ബോയ്സും 25 ഗേൾസും എടുത്തെഴുതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ.
ഇതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ കാണുക? ആദ്യത്തേന്ന് നമ്മൾ ബോയിനെ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് 10A നമ്മൾ 30 ബോയ്സിൽ നിന്നാണ്. ബോയ്സ് കൗണ്ട് ഇവിടെ 30 ആണ്. അപ്പോൾ 10A ബോയിനെ എടുക്കാനുള്ള പ്രോബബിലിറ്റി 30 ബൈ ടോട്ടൽ എത്രയാണ്? 30 + 20. ഡിനോമിനേറ്റർ പാർട്ട് 50. 30 ബൈ 50 ആണ് 10A ബോയിനെ എടുക്കാനുള്ള പ്രോബബിലിറ്റി. 10A എടുത്തത് ബോയ് ആണ് എങ്കിൽ അടുത്ത സീക്വൻസ് ഓഫ് ഇവൻറ്റ് നമ്മൾ ഒരു ഇവൻറ്റ് സീക്വൻസ് ഇവൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത് കാരണം 2 ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്താലാണ് ഈ പ്രോബബിലിറ്റി കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. 10A ബോയിനെ സെലക്ട് ചെയ്തു, 30 ബൈ 50 പ്രോബബിലിറ്റി കിട്ടി. ഇനി 10A ബോയ് ആണെന്നുണ്ടെങ്കിൽ 10B പോയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഗേളിനെയാണ്. അപ്പോൾ 10Bയിൽ ഗേൾസിൻ്റെ കൗണ്ട് എത്രയാണ്? 25. ടോട്ടൽ 25 ടോട്ടൽ 25 ഗേൾസ് ഉണ്ട്. 10Bയിലുള്ള ടോട്ടൽ കൗണ്ട് 15 + 25. അപ്പോൾ 10A ബോയിനെ സെലക്ട് ചെയ്താൽ ഈ പറഞ്ഞിരിക്കുന്ന 2 സെലക്ഷനും കംപ്ലീറ്റ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ഇത്രയും ഭാഗം വരുന്നത്. ഇനി ഇതുകൊണ്ട് കംപ്ലീറ്റ് ആകില്ല, കാരണം നമ്മളോട് 10A തന്നെ ബോയിനെ സെലക്ട് ചെയ്യണമെന്ന റെസ്ട്രിക്ഷൻ തന്നിട്ടില്ല. 10A എന്നായാലും B എന്നായാലും ഒരു ബോയ് ആണെങ്കിൽ ഒരു ഗേൾ എന്നുള്ള ഓപ്ഷനിൽ ആണ് നമുക്ക് റെസ്ട്രിക്ഷൻ ഉള്ളൂ. അപ്പോൾ ഈ ഇൻസ്റ്റെഡ് ഓഫ് ഇവിടെ നിന്ന് 10A ബോയിന് എടുക്കുന്നതിന് പകരം നമുക്ക് 10A ഗേളിന് എടുക്കുന്ന പ്രോബബിലിറ്റിയും ഉണ്ടാകാമല്ലോ. 10A ഗേളിന് എടുക്കുമ്പോൾ 20 ഗേൾസ് ആണ്. 20 ബൈ ടോട്ടൽ 30 + 20 ദിസ് വൺ. അതായത് 10A നമ്മൾ ഗേളിനെയാണ് സെലക്ട് ചെയ്യണേ. 10A ഗേളിനെ സെലക്ട് ചെയ്താൽ 10B എന്തായാലും നമ്മൾ ബോയിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ കോമ്പിനേഷൻ സീക്വൻസ് ഓഫ് ഇവൻറ്റിൻ്റെ വരുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഗേളിനെ സെലക്ട് ചെയ്തു, അപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ബോയിനെ സെലക്ട് ചെയ്യണം. നമ്പർ ഓഫ് ബോയ്സ് 15 ആണ്. ന്യൂമറേറ്റർ പാർട്ട് 15. 15 ബൈ 15 + 25 14. അതായത് ഈ ടോട്ടൽ 1 ബോയ് 1 ഗേൾ എന്ന് പറയുമ്പോഴേക്കും ഒരു ഇതിൽ മാത്രമായിട്ട് നമുക്ക് ടോട്ടൽ കൗണ്ട് കിട്ടില്ല. ഇവിടെ ആദ്യത്തേന്ന് നമ്മൾ ബോയിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് ആദ്യത്തേന്ന് ഗേളിനെ സെലക്ട് ചെയ്ത് ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഇത്രയും കാൽക്കുലേഷനിലാണ് നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 30 ബൈ 50 ഇൻറ്റു 25 ബൈ 40 പ്ലസ് 20 + 50 ഇൻറ്റു 15 ബൈ 40. 21 ബൈ 40 ആണ് പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീയിങ് എ ബോയ്. അതായത് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ എടുത്തു, ആ സെലക്ഷനിൽ അറ്റ്ലീസ്റ്റ് 1 ബീയിങ് എ ബോയ്, ഒരു ബോയ് എങ്കിലും ഉള്ള ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇവൻ എ സിംഗിൾ ബോയ്, അതായത് എല്ലാം ഗേൾസ് മാത്രമുള്ള പ്രോബബിലിറ്റിയുടെ നെഗേഷൻ ആയിരിക്കുമല്ലോ അറ്റ്ലീസ്റ്റ് 1 ബോയ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് 1/4 ആണെന്ന് നമുക്കറിയാം. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 1/4. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ്, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസിൻ്റെ പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് 1 ബോയ് ഉള്ള അതിൻ്റെ പ്രോബബിലിറ്റി ആണല്ലേ ആകുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ്, ദാറ്റ് ഈസ് 1 മൈനസ് 1/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. ക്വസ്റ്റ്യൻ 1 is asked to say a 2-digit number. ഒരാളോട് 2-digit നമ്പർ ഒരെണ്ണം പറയാൻ പറഞ്ഞു. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് ദ സെയിം. 2 ഡിജിറ്റും സെയിം ആയി വരാനുള്ള പ്രോബബിലിറ്റി, അതായത് 2-digit നമ്പേഴ്സിൽ 2 ഡിജിറ്റും സെയിം ആയി വരുന്നതിനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 2-digit നമ്പേഴ്സ് എത്രയുണ്ട്? ടോട്ടൽ കൗണ്ട് എത്രയാണ്? ടോട്ടൽ 99 വരെ പോകുന്ന ഇതിൽ അപ് ടു 9 വരെ സിംഗിൾ ഡിജിറ്റാണ്. 10 മുതലാണ് ടോട്ടൽ 90 നമ്പേഴ്സാണ്. അത് കാണാൻ വേറൊരു മാർഗത്തിൽ കൂടെ നോക്കിയാലും 2-digit നമ്പറിൽ സിംഗിൾ ഡിജിറ്റിൻ്റെ മാക്സിമം ഓപ്ഷൻസ് ഏതൊക്കെയാണുള്ളത്? 1 to 9 വരെ 9 നമ്പേഴ്സാണ് പോസിബിൾ. 0 പറ്റില്ല, കാരണം 0 ചേർത്താൽ അത് ആദ്യത്തെ ഡിജിറ്റ് 0 ആയത് സിംഗിൾ ഡിജിറ്റ് ആയി പോകും. നമുക്ക് 2 ഡിജിറ്റാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ഡിജിറ്റിൻ്റെ ഓപ്ഷൻസ് 9 നമ്പേഴ്സാണ് പോസിബിൾ.
ഇനി സെക്കൻഡ് നമ്പറിൻ്റെ പോസിബിലിറ്റി ഏതാണ്? 0യും കൂടി വരാമല്ലോ രണ്ടാമത്തെ വൺസ് പ്ലേസിലുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പ്ലേസിലുള്ള ഓപ്ഷൻസ് 10 നമ്പേഴ്സാണ്. അപ്പോൾ 9 × 10 ആണ് ഈ ടോട്ടൽ ആ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ കൗണ്ട് 90. അല്ലെന്നുണ്ടെങ്കിൽ 99 - 9 ചെയ്താലും 90 ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പർ കിട്ടും. ഇനി നമുക്ക് വേണ്ടിയത് സെയിം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫേവറബിൾ ഔട്ട്കം ആയി വരുന്നത്. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം എന്തൊക്കെയായിരിക്കും? 1 1 2 2 3 3 അങ്ങനെ 9 വരെ. അത് കാൽക്കുലേഷൻ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 2 ഡിജിറ്റും സെയിം ആയിരിക്കണം. ആദ്യത്തെ ഡിജിറ്റ് 0 ആകാൻ പാടില്ല, ബിക്കോസ് 2 ഡിജിറ്റ് തന്നെ നമുക്ക് വേണം, 1 ഡിജിറ്റായി പോകാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ ഡിജിറ്റിനുള്ള ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ? 1 to 9 വരെ 9 ഓപ്ഷൻസ് ആണ് ആദ്യത്തെ ഡിജിറ്റ് ഫില്ല് ചെയ്യാനുള്ളത്. സെക്കൻഡ് ഡിജിറ്റിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒരേ ഒരു നമ്പറേ പറ്റുള്ളൂ, ബിക്കോസ് സെയിം നമ്പർ ആകണമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യത്തെ ഡിജിറ്റ് കൊടുത്തോ സെയിം നമ്പർ തന്നെയാണ് സെക്കൻഡ് ഡിജിറ്റിന് പോകണേ. അപ്പോൾ അതിന് ഓപ്ഷൻസ് ഒന്നുമില്ല, ഒരു നമ്പർ തന്നെ ഉള്ളൂ. അങ്ങനെ 9 × 1 9 നമ്പേഴ്സാണ് ഈ സെയിം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഫേവറബിൾ ഔട്ട്കം 9. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ദ സെയിം ഡിജിറ്റ്, ടോട്ടൽ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തതിൻ്റെ കൗണ്ട് 9 ബൈ ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് 90. 9 by 90 ഈസ് 1/10. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ദ ഡിജിറ്റ്സ് ബീയിങ് ദ സെയിം ഇസ് 1/10. ക്വസ്റ്റ്യൻ: ഒരാളോട് ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ്. ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനേക്കാളും കൂടുതലായിരിക്കുന്ന കേസിലുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ആകണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാം. 0 പറ്റില്ല, കാരണം ഫസ്റ്റ് ഡിജിറ്റ് 0 ആക്കി കഴിഞ്ഞാൽ അത് 2 ഡിജിറ്റ് നമ്പർ ആകില്ല, 1 ഡിജിറ്റ് നമ്പറായി പോകും. അപ്പോൾ 0 ഇല്ല. ഇനി ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ 1 സെറ്റ് ചെയ്താൽ സെക്കൻഡ് ഡിജിറ്റ് 1-നേക്കാളും കുറവായിരിക്കണം, ബിക്കോസ് ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ആയിരിക്കണം എന്നാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. ഫസ്റ്റ് ഡിജിറ്റ് 1 സെറ്റ് ചെയ്താൽ സെക്കൻഡ് ഡിജിറ്റിനുള്ള ഓപ്ഷൻ 0 മാത്രം സെലക്ഷനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു നമ്പർ മാത്രമാണ് നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ 2 സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് 2-നേക്കാളും കുറവുള്ള 1ഉം 0യും ആകാം. അതായത് 2 നമ്പേഴ്സ് ഫസ്റ്റ് ഡിജിറ്റ് 2 ആക്കി കഴിഞ്ഞാൽ നമുക്ക് 2 നമ്പേഴ്സ് ഈ ഇതിൽ കിട്ടും. അങ്ങനെ 3 ആക്കി കഴിഞ്ഞാൽ 0 ആകാം, സെക്കൻഡ് ഡിജിറ്റ് 0 ആകാം, 1 ആകാം, 2 ആകാം. അതായത് 3 നമ്പേഴ്സ് ഫസ്റ്റ് ഡിജിറ്റ് 3 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടും. അങ്ങനെ അപ് ടു 9 വരെ നമ്മൾ എഴുതി നോക്കിയാൽ ഫസ്റ്റ് ഡിജിറ്റ് 9 ആകുമ്പോൾ 0 to 8 വരെ 9 നമ്പേഴ്സ് ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ 9 കൗണ്ട്സ് കിട്ടി. അപ്പോൾ ഈ ടോട്ടലുള്ള ഈ 2 ഡിജിറ്റ് നമ്പേഴ്സിൽ ഫസ്റ്റ് ഡിജിറ്റ് ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ട് 1 സെറ്റ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടി, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത്. അങ്ങനെ അപ് ടു 9 വരെ സെറ്റ് ചെയ്തപ്പോൾ ഇത്രയും നമ്പേഴ്സ് കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏത് ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡിനേക്കാളും ഗ്രേറ്റർ ആയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതെന്ന്. ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ 45 കിട്ടി. പ്രോബബിലിറ്റി 45 ആണ് ടോട്ടൽ ഫേവറബിൾ ഔട്ട്കംസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. 45 ബൈ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ്, അത് 90. ദാറ്റ് ഈസ് 45 by 90 1/2. പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് ഈസ് 1/2. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഈ ആദ്യത്തെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ നോക്കുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്, സെക്കൻഡ് ഡിജിറ്റ് ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല ചെയ്യണത്, ഇവിടെ ആഡാണ് ചെയ്തത്. കാരണം ഇത് ഈ ഒരു കോമ്പിനേഷൻ കഴിഞ്ഞിട്ട് ഇത് റിലേറ്റഡ് കോമ്പിനേഷൻ ആയിട്ടല്ല നമ്മൾ പ്രോബബിലിറ്റി, അങ്ങനെ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ് വന്നിട്ട് ചെയ്യുന്ന പ്രോബബിലിറ്റിക്കാണ് നമ്മൾ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് 1 സെറ്റ് ചെയ്താൽ അതുവഴി എത്ര നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ ഒരു നമ്പർ മാത്രം സെറ്റ് ചെയ്യാമെന്ന് കണ്ടു, അത് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ടോട്ടൽ കൗണ്ടിലേക്ക് ഒന്നുകൂടി ഇനി ഫസ്റ്റ് ഡിജിറ്റ് 2 ആക്കിയിട്ട് നോക്കുമ്പോൾ 0 ആകാം,
1 ആകാം സെക്കൻഡ് ഡിജിറ്റ്. അപ്പോൾ 2 2 0 ആകാം 2 1 ആകാം. അങ്ങനെയാണ് ആ നമ്പേഴ്സ് വരുന്നത്. അതായത് 2 നമ്പേഴ്സും കൂടി ഇവിടെ കൂടി വന്നു. അങ്ങനെ നമ്മൾ ഓരോ കണ്ടീഷൻസിലും ഫസ്റ്റ് ഡിജിറ്റ് സെറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് വരുത്തുന്നുള്ളത് നോക്കി ആഡ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 45 കിട്ടിയത്. ഇവിടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായുള്ള ട്യൂഷൻ ക്ലാസുകൾക്ക് പുറമെ വീഡിയോ നോട്ടുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിനുള്ള വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ഇന്നു തന്നെ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഒരാളോട് ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞു. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലെസ് ദാൻ ദ സെക്കൻഡ്? ആദ്യത്തെ ഡിജിറ്റ് രണ്ടാമത്തെ നമ്പർ ഡിജിറ്റിനേക്കാളും കുറവായിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്കറിയാം 10 മുതൽ 99 വരെ 90 നമ്പേഴ്സാണ്. ഇനി ഫസ്റ്റ് ഡിജിറ്റ് ലെസ് ദാൻ സെക്കൻഡ്. ഫസ്റ്റ് ഡിജിറ്റ് ലെസ്സും ആയിരുന്ന കേസിൽ, അതായത് നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് എന്തായാലും 0 പറ്റില്ല. ബിക്കോസ് 0 ആയിക്കഴിഞ്ഞാൽ അത് സിംഗിൾ ഡിജിറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല. ഫസ്റ്റ് ഡിജിറ്റിൻ്റെ മിനിമം വരേണ്ടത് 1 ആണ്. 1 ആയിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഡിജിറ്റിൻ്റെ പോസിബിലിറ്റി എന്താ? സെക്കൻഡ് ഡിജിറ്റ് കൂടുതലായിരിക്കണം. സെക്കൻഡ് ഡിജിറ്റ് 2 to 9 വരെയാണ് പോകേണ്ടത്. ഫസ്റ്റ് ഡിജിറ്റിനേക്കാളും കൂടുതലായിരിക്കണം സെക്കൻഡ് ഡിജിറ്റ്. അതിൻ്റെ ഓപ്ഷൻ 2 to 9. 2 to 9 വരെ 8 വേസിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ഡിജിറ്റിനെ 1 ആയി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 2 ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് ഡിജിറ്റ് ലെസ് ദാൻ ദ സെക്കൻഡ് എന്നുള്ള ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 8 നമ്പേഴ്സ് കിട്ടും. സിമിലർലി ഫസ്റ്റ് ഡിജിറ്റ് 2 സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡിജിറ്റിന് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് 3 to 9 വരെയുള്ള, അതായത് 7 പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഓരോ അപ് ടു 9 വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 0. ബിക്കോസ് 8 നോക്കുമ്പോൾ 8നേക്കാളും കൂടുതലുള്ള സെറ്റ് ചെയ്യാൻ പറ്റിയത് മാക്സിമം 9 പറ്റുള്ളൂ. അപ്പോൾ 1 കൗണ്ട് കിട്ടി. ഇനി ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ 9 സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് നമുക്ക് പിന്നെ 9നേക്കാളും കൂടുതലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 0. ഇനി ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം ഇതെല്ലാം സം ചെയ്യുമ്പോൾ 8 + 7 + 6 + 5 4 3 2 1 0. ഇത് 36 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ഫസ്റ്റ് ഡിജിറ്റ് ലെസ് ദാൻ ദ സെക്കൻഡ് 36. അതായത് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്, അത് ഡിനോമിനേറ്റർ പാർട്ട് 90. സോ പ്രോബബിലിറ്റി 36 by 90, that is 2 by 5. Probability of the first digit being less than the second is 2 by 5. Question: 2 ഡൈസ്, അതായത് 1 to 6 വരെ മാർക്ക് ചെയ്ത ഡൈസ് റോൾ ചെയ്തു. എന്തൊക്കെ പോസിബിൾ സംസ് ആണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്? ഏത് സമ്മിനാണ് കൂടുതൽ പ്രോബബിലിറ്റി കൂടിയത് ഏതായിരിക്കും എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്, പോസിബിലിറ്റി നോക്കുന്നത്. ഇനി പോസിബിൾ സംസ് നോക്കുമ്പോൾ 2 to 12 ആണ് നമ്മുടെ പോസിബിൾ സംസ്. കാരണം 2 ഡൈയും 1 കാണിച്ചാൽ അതിൻ്റെ സം എന്ന് പറയുമ്പോൾ 2. അതിൽ കുറവുള്ളൊരു സം നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഇനി മാക്സിമം 2ഉം 6 കാണിക്കുന്ന കേസിലാണെങ്കിൽ 6 + 6 12 ആണ് ആ കേസിൽ മാക്സിമം കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ പോസിബിൾ സംസ് 2 to 12. ഇനി നമുക്ക് നോക്കേണ്ടത് വിച്ച് സം ഹാസ് ദ മാക്സിമം പോസിബിലിറ്റി, ഏത് സം കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതലെന്ന്. 2വിൻ്റെ സം കിട്ടാനായിട്ടുള്ള ചാൻസ് ആകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. കാരണം 2 ഡൈയും 1 കാണിച്ചാൽ മാത്രമാണ് നമുക്ക് സം 2 കിട്ടുള്ളൂ. അപ്പോൾ ഒരു വഴി കൂടെ മാത്രമേ അത് പറ്റുള്ളൂ. ഇനി 3യുടെ കേസ് നോക്കൂ. 3 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡൈ 1 കാണിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഡൈ എന്തായാലും 2 കാണിച്ചാലാണ് നമുക്ക് 3 കിട്ടുക. ഇനി ഫസ്റ്റ് ഡൈ 2 ആണ് കാണിക്കണമെങ്കിൽ സെക്കൻഡ് 1 കാണിച്ചാലും നമുക്ക് 3 കിട്ടും. അപ്പോൾ 2 വഴി കൂടെ നമുക്ക് സം 3 കിട്ടും. അങ്ങനെ ഓരോ സമ്മിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 6 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 കിട്ടാനായിട്ട് ഫസ്റ്റ് ഡൈ നമ്മൾ 1 ആക്കി, സെക്കൻഡ് എന്തായാലും 5 ആയാലാണ് നമുക്ക് സം 6 കിട്ടുള്ളൂ. അപ്പോൾ 1 5, ഫസ്റ്റ് 2 ആണെങ്കിൽ 2 4, ഫസ്റ്റ് 3 ആണെങ്കിൽ 3 3,
ഫസ്റ്റ് 4 ആണെന്നുണ്ടെങ്കിൽ 4 2 അങ്ങനെയാണെങ്കിലാണ് നമുക്ക് 6 കിട്ടുള്ളൂ. ഫസ്റ്റ് 5 ആണെന്നുണ്ടെങ്കിൽ 5 + 1 6. അങ്ങനെ 5 വേസിൽ പറ്റും. 6 ആണെന്നുണ്ടെങ്കിൽ 6 വേസിൽ 6 ആണെന്നുണ്ടെങ്കിൽ 5 വേസിൽ, 7 ആണെന്നുണ്ടെങ്കിൽ 6 വേസിൽ. ഇനി 8 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 വെച്ച് തുടങ്ങാൻ പറ്റില്ല. 1ഉം 6ഉം അടുത്ത ഡേക്ക് മാക്സിമം 6 അല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. 1ഉം 6ഉം ആയാൽ നമുക്ക് 7 ആകുള്ളൂ, സം 8 കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ അറ്റ്ലീസ്റ്റ് 2 കാണിച്ചാൽ മാത്രമാണ് സെക്കൻഡ് ഡേ മാക്സിമം കാണിച്ച ഓപ്ഷനിൽ നമുക്ക് 8 ആകുള്ളൂ. അപ്പോൾ 2 + 6 ആണ് 8ൻ്റെ ഓരോ ഓപ്ഷൻ. 3 + 5, 4 + 4, 5 + 3, 6 + 2. ഇനി വേറെ ഓപ്ഷൻസിലൊന്നും നമുക്ക് സം 8 കിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് മുതൽ കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ 5 വേസ് ആയി, 6ൽ നിന്ന് 5 ആയി കുറഞ്ഞു. ഇനി ഒരു നമ്പർ കൂടി വരുമ്പോഴേക്കും ഇതിന് 9 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ഡിജിറ്റ് എന്തായാലും 3 പറ്റുള്ളൂ. 3 കഴിഞ്ഞാലാണ് സെക്കൻഡ് മാക്സിമമായി 9 കിട്ടുള്ളൂ. ഇനി 4 5, 5 4, 6 3 അങ്ങനെ 4 വേസിൽ. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് മുതൽ നമ്പർ കൂടി വന്നു. 7ൽ വന്ന് മാക്സിമമായി, പിന്നെ അപ് ടു 12 വരെ വരുമ്പോൾ നമ്പർ ഓഫ് വേസ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ, which sum has the maximum possibility? Number 7 has the maximum possibility, 6 ways. Question 1 ബോക്സ്, അതിൽ 10 സ്ലിപ്സ് ഉണ്ട്. അത് നമ്പർ ചെയ്തിരിക്കുന്നത് 1 to 10 വരെയാണ്. 1 to 10 വരെയുള്ള 10 സ്ലിപ്സ് ആണ് ഫസ്റ്റിലുള്ളത്. ഇനി അടുത്ത ബോക്സിൽ നമ്പേർഡ് വിത്ത് മൾട്ടിപ്പിൾസ് ഓഫ് 5 അപ് ടു 25. 5 മുതൽ 25 വരെയുള്ള 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് സെക്കൻഡ് ബോക്സിലുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് എടുത്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ദ നമ്പേഴ്സ് ബീങ് ഓഡ്? ഈ 2 ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് എടുത്താൽ ആ 2 നമ്പേഴ്സും ഓഡ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബോക്സിൽ ഡീറ്റെയിൽസ് എഴുതാം. 1 to 10 വരെയാണ് അതിൽ സ്ലിപ്സ് ഉള്ളത്. 1 to 10 വരെ എത്ര സ്ലിപ്സ് ഉണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് 10. ഓക്കെ. ഇനി സെക്കൻഡ് ബോക്സിൽ മൾട്ടിപ്പിൾസ് ഓഫ് 5 to 25 വരെയുള്ളത്. 5 10 15 20 25. 5 മുതൽ 25 വരെയുള്ള മൾട്ടിപ്പിൾസ് ഓഫ് 10 ആണ് സെക്കൻഡ് ബോക്സിലുള്ളത്. അപ്പോൾ സെക്കൻഡ് ബോക്സിൻ്റെ സ്റ്റേറ്റസ് എന്താണ്? അതിൽ 5 സ്ലിപ്സ് ആണുള്ളത്, ഇത്രയുള്ള നമ്പേഴ്സ് ചെയ്തത്. നമ്മളോട് അടുത്തത് നമുക്ക് ടോട്ടൽ പെയർസ് എത്രയാണെന്ന് കണക്കാക്കാം. നമുക്ക് സീക്വൻസ് ഓഫ് ഇവൻ്റ് ആണ് ഉള്ളത്. ആദ്യത്തേന്ന് ഒരു സ്ലിപ്പ് എടുക്കുക, രണ്ടാമത്തേന്ന് ഒരു സ്ലിപ്പ് എടുക്കുക. അപ്പോൾ ആദ്യത്തേന്ന് എടുക്കാനുള്ള മാക്സിമം ഓപ്ഷൻ 10, രണ്ടാമത്തേന്ന് എടുക്കാനുള്ള മാക്സിമം ഓപ്ഷൻ 5. അപ്പോൾ ഈ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഓപ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 10 × 5, 50 വിധത്തിൽ നമുക്ക് നമ്പർ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റേത് എടുക്കുക എന്നുള്ള ആ നമ്പർ കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ടോട്ടൽ, ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ പാർട്ടാണ് ഇത്. ഇനി ഫേവറബിൾ ഔട്ട്കംസ് ആണ് ഏതാണ്? 2 നമ്പേഴ്സും ഓഡായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. ആദ്യത്തേന്നും ഓഡ് കിട്ടണം, രണ്ടാമത്തേന്നും ഓഡ് കിട്ടണം. നോക്കാം. ആദ്യത്തെ 1 to 10 വരെയാണ് ആദ്യത്തേലുള്ള സ്ലിപ്സ്. 1 to 10 വരെ ഓഡ് കിട്ടുന്നത് ഏതൊക്കെയാണ്? 1 3 5 7 9. ഈ അപ് ടു 1 to 10 വരെയുള്ളതിൽ 1 2 3 4 5 നമ്പേഴ്സാണ് ഓഡ്. അപ്പോൾ 5 നമ്പേഴ്സാണ് നമ്മുടെ ഫേവറബിൾ കണ്ടീഷൻസിൽ ആദ്യത്തെ സെലക്ഷനിൽ വരുന്നത്. ഇനി രണ്ടാമത്തതും ഓഡായിരിക്കണം. ഫേവറബിൾ ഔട്ട്കം ഓഫ് ഓഡ് ഫ്രം ദ സെക്കൻഡ്. ഈ സീക്വൻസ് ഓഫ് ഇവൻ്റ് ഒന്ന് കഴിഞ്ഞ് 2ഉം കഴിഞ്ഞാലാണ് നമ്മുടെ ടോട്ടലായിട്ടുള്ള ആക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ആദ്യത്തേന്ന് നമ്മൾ ഓഡ് സെലക്ട് ചെയ്തു, 5 നമ്പേഴ്സ് കിട്ടി. രണ്ടാമത്തേതിൽ നിന്ന് ഓഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഏതൊക്കെയാണ്? ഇവിടെ രണ്ടാമത്തേൽ 5 10 15 20 25 ആണ്. ഇതിൽ എത്രയാണ് ഓഡ് നമ്പേഴ്സ്? 1 2 3 നമ്പേഴ്സ് ഉണ്ട് ഓഡായിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള 3 ഓപ്ഷൻസ് പോസിബിൾ ആണ്. ഇനി നമുക്ക് നോക്കാം നമ്പർ ഓഫ് പെയർസ് ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഓഡ്. ഇതും ഓഡായിരിക്കണം, ഇതും ഓഡായിരിക്കണം. അതിൻ്റെ പ്രോബബിലിറ്റി നോക്കുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് പെയർസ് ഓഫ് ഗെറ്റിംഗ് ഓഡ്, അപ്പോൾ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ 5 × 3 ആണ്. അത്രയും നമ്പേഴ്സ് നമുക്ക് 5 × 3 15 ആണ്. 2 നമ്പേഴ്സും ഓഡായി വരുന്ന കേസ്, അതായത് ഫേവറബിൾ കണ്ടീഷൻ നമ്മുടെ 15 ആണ്. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ കണ്ടീഷൻ ബൈ ടോട്ടൽ. 15/50
3/10 അല്ലെങ്കിൽ 0.3. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് ഓഡ് ഈസ് 3/10 ഓർ 0.3. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ, ഇവിടെ സെയിം ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷനാണ്. വൺ സ്ലിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ബീയിങ് ഓഡ്. പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് രണ്ട് ഇതിൽ നിന്നും ഓരോ സ്ലിപ്പ് എടുത്തു, അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് ആ പ്രോഡക്റ്റ് ഓഡ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രോഡക്റ്റ് ഓഡ് ആകണമെന്നുണ്ടെങ്കിൽ ബോത്ത് നമ്പേഴ്സും ഓഡ് ആണെങ്കിലാണ് പ്രോഡക്റ്റ് ഓഡ് ആകുക. ബോത്ത് നമ്പേഴ്സ് ഓഡ് ആകുന്നതാണ് നമ്മുടെ ലാസ്റ്റ് കാൽക്കുലേഷൻ ചെയ്തത്. പ്രോബബിലിറ്റി ഓഫ് ഓഡ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് ഓഡ്. ബോത്ത് നമ്പേഴ്സ് ഓഡ് ആകുമ്പോഴാണ് അതിൻ്റെ പ്രോഡക്റ്റ് ഓഡ് ആകുന്നത്. ബോത്ത് നമ്പേഴ്സ് ഓഡ് ആകുന്ന പ്രോബബിലിറ്റിയാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തത്. അത് 0.3 ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഡ് ആകാനുള്ള ആ പ്രോബബിലിറ്റി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് ഓഡ് ഈക്വൽ ടു 3/10 ഓർ 0.3. ഒരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. 10 സ്ലിപ്പ് 1 to 10 വരെയുള്ള മാർക്ക് ചെയ്തിരിക്കുന്ന 10 സ്ലിപ്പ് ഫസ്റ്റ് ബോക്സിൽ, 5ൻ്റെ മൾട്ടിപ്പിൾ 5 to 25 വരെയുള്ളത് സെക്കൻഡ് ബോക്സിൽ. അതിൽ നിന്ന് രണ്ടിൽ നിന്നും ഓരോ സ്ലിപ്പ് എടുത്തു. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ബീയിങ് ഓഡ്. ഈ എടുത്ത നമ്പേഴ്സിൻ്റെ സം ഓഡ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ സം ഓഡ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1 ഈസ് ഓഡ് ആയിരിക്കണം, സെക്കൻഡ് നമ്പർ ഈവൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ രണ്ട് നമ്പേഴ്സിൻ്റെ സം നമുക്ക് ഓഡായി കിട്ടുള്ളൂ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ബോക്സിൽ 1 to 10 വരെ, സെക്കൻഡ് ബോക്സിൽ 5, 10, 15, 20, 25 ആയ 5 സ്ലിപ്സ്. ഇത്രയാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എത്ര പോസിബിലിറ്റി ഉണ്ട്? ആദ്യത്തേന്ന് ഒരെണ്ണം എടുക്കണം, രണ്ടാമത്തേന്ന് എടുക്കണം. ആദ്യത്തേന്ന് ഒരു നമ്പർ എടുക്കാനുള്ള പ്രോബബിലിറ്റി 10 ആണ്. കൗണ്ട് 10 ആണല്ലോ, ഓപ്ഷൻസ് 10 ഉണ്ട്. രണ്ടാമത്തേന്ന് എടുക്കാനുള്ള ഓപ്ഷൻസ് 5 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡിനോമിനേറ്റർ പാർട്ടിൽ ടോട്ടൽ പേഴ്സ് എത്രയാണ്? 10 into 5 50. ഇനി ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ, ടോട്ടൽ പോസിബിൾ പേഴ്സ്. അതിൽ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം ആകണത് ഓഡ് സം ആയിരിക്കണം. ഇനി ഓഡ് സം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇഫ് യു ടേക്ക് ഫസ്റ്റ് ഓഡ്, ഫസ്റ്റ് സെറ്റിൽ നിന്ന് നമ്മൾ ഓഡ് സെലക്ഷനാണ് എടുക്കുന്നത്. ഫസ്റ്റ് സെറ്റിൽ 0 to 10 വരെയുള്ള ഓഡ് സെലക്ഷൻ പോസിബിൾ ആയിരിക്കുന്നത് എത്രയാണ്? 1, 3, 5, 7, 9 ആണ് ഫസ്റ്റ് സെറ്റിൽ നിന്ന് സെലക്ഷൻ. അതെത്രയാണ്? 5 നമ്പേഴ്സാണ് അതിലൂടെ സെലക്ഷൻ പറ്റുന്നത്. ആദ്യത്തേന്ന് ഫസ്റ്റ് എടുത്താൽ സെക്കൻഡിൽ നിന്ന് എടുക്കുന്നത് ഈവൻ ആയിരിക്കണം. എന്നാലാണ് നമ്മുടെ ഈ ഓഡ് സം ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യത്തേന്ന് ഓഡ് എടുത്തിട്ട് സെക്കൻഡ് ബോക്സിൽ നിന്ന് ഈവൻ എടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് 5, 10, 15, 20, 25 ന്ന് ഈവൻ നമ്പർ ഉള്ളത് 10 ഉം 20 മാത്രമേ ഉള്ളൂ. അതായത് 2 നമ്പേഴ്സാണ്. അപ്പോൾ 2 into 5 ആണ് ആദ്യത്തേന്ന് ഓഡ് എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന നമ്മുടെ പോസിബിൾ കോമ്പിനേഷൻസ് കിട്ടുക. 2 into 5. ഇനി ആദ്യം നമുക്ക് ഈവൻ എടുക്കാം. ഫസ്റ്റത്തെ ഇതിൽ നിന്ന് ഈവൻ എടുത്തിട്ട് ഓഡ് എടുക്കണത് സെക്കൻഡിൽ നിന്ന് എടുക്കാം. ബിക്കോസ് ഓഡ് സമ്മിന് ഒന്ന് ഓടും ഒന്ന് ഈവൻ ആകുന്നു എന്നുള്ള ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ കേസിൽ ഫസ്റ്റിൽ നിന്ന് നമ്മൾ ഈവൻ എടുത്തു. ഇനി സെക്കൻഡ് നോക്കുന്നത് ഫസ്റ്റിൽ നിന്ന് ഓഡ് എടുക്കാം, അല്ല ഫസ്റ്റിൽ നിന്ന് ഈവൻ എടുക്കാം. ആദ്യത്തിൽ ഓടാണ് എടുത്തത്. ഫസ്റ്റിൽ നിന്ന് ഈവൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി 0 to 10 വരെയുള്ളത് ഈവൻ എടുക്കുമ്പോൾ എത്രയാണ്? 2, 4, 6, 8, 10 അങ്ങനെ 5 നമ്പേഴ്സ് പറ്റും. ഫേവറബിൾ ഔട്ട്കംസ് ഓഫ് ഓഡ്. ഫസ്റ്റിൽ നിന്ന് ഈവൻ എടുത്താൽ സെക്കൻഡിൽ നിന്ന് ഓഡ് എടുക്കണം. സെക്കൻഡിൽ നിന്ന് ഓഡ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 3, 5, 15, 25 ആണ് സെക്കൻഡിൽ നിന്നുള്ള ഓഡ്. അപ്പോൾ 5 into 3 ആണ് ടോട്ടൽ ഓഡ് പേഴ്സ് ഈ ഫസ്റ്റ് ഈവൻ സെക്കൻഡ് ഓഡ് എന്നുള്ള ഇതിൽ വരുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നത് എത്രയാണ്? 5 into 2 plus 5 into 3 ദാറ്റ് ഈസ് 10 plus 15, 25 ഔട്ട്കംസ് ആണ് ഫേവറബിൾ ആയിട്ട് വരുന്നത്. നമ്മുടെ ഈ കണ്ടീഷൻ ഓഡ് സം കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു 50. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് സം ഇസ് ഈക്വൽ ടു
ഫേവറബിൾ ഔട്ട്കം 25, ടോട്ടൽ ഔട്ട്കം 50. 25/50 ഈക്വൽസ് 1/2. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.